ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കിട്ടി എന്നുള്ളതോർത്ത് ആരും അഹങ്കരിക്കേണ്ടതില്ല. അതിന് മറ്റൊരു വശമുണ്ട്. 99 സീറ്റോ 100 സീറ്റോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഭരിക്കാനുള്ള സീറ്റ് പിണറായിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇവിടുത്തെ മാപ്രകൾ പറയണതല്ല ശരി, പച്ചക്കള്ളമാണ് അവർ. ഒരു 10-20 ചാനലുകാരും 10-20 മുത്തശ്ശി പത്രങ്ങളും പറയണതല്ല ശരി. അതുപോലുള്ള ആഗ്രഹങ്ങൾ എല്ലാവരും പറയണം. രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പ്രവചിക്കുന്നത് വെറും അവരുടെ ആഗ്രഹങ്ങളാണ്. 100 സീറ്റാണോ 6 സീറ്റാണോ എന്നുള്ള കാര്യത്തിൽ കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു. BJP പറയുന്നത് ഇവിടെ CBI അന്വേഷണം വേണ്ടതെന്ന്. എന്താ കാര്യം? CBI അന്വേഷിച്ചാൽ ഈ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ വീണ്ടും, അതായത് 3ാം തവണയും നമ്മുടെ പിണറായി സർക്കാർ തന്നെ, അല്ലെങ്കിൽ പിണറായി തന്നെ നേതൃത്വം നൽകി പുതിയൊരു ഭരണം നിലവിൽ കൊണ്ടുവരും എന്നുള്ളതാണ് പാർട്ടിയുടെ മുഖ്യന്മാർ പറയുന്നത്. അവർ പറയുന്നത് വീണ്ടും, അതായത് 3ാം മുഴുവൻ പിണറായിക്ക് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ പാർട്ടിക്കൊരു ചട്ടം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് 2 ഊഴം, ഒരു ടേം വ്യവസ്ഥയാണ് പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ടുള്ളത്. പിണറായിക്ക് വേണ്ടി മാത്രമാണ് ഈ ചട്ടങ്ങളൊക്കെ മാറ്റി എഴുതുന്നത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു അമിത ആത്മവിശ്വാസത്തിനെയാണ് ജനങ്ങളുടെ വോട്ടിലൂടെ അവർ തല്ലിക്കെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനാലാകാം അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിയെ തന്നെ മുന്നിൽ നിർത്തുമ്പോൾ വിജയസാധ്യത ഏറെ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാകാം വീണ്ടും പിണറായിയെ തന്നെയാണ് 3ാം ഊഴത്തിനും കൊണ്ടുവരുന്നത്. പക്ഷേ ജനങ്ങൾ അത് ഏത് രീതിയിൽ അംഗീകരിക്കുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കുന്നതായിരിക്കും ബുദ്ധി. പിണറായി വിജയൻ മതി എന്നുള്ളത് CPI അതല്ല ചോദിച്ചത്. അതല്ല ഏത് പാർട്ടിയാണ് ഇങ്ങനെ തീരുമാനിച്ചത്? ഇടതുപക്ഷം. MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രഖ്യാപനങ്ങൾ നടത്തി, അത് പാർട്ടി തീരുമാനമല്ല. പാർട്ടി തീരുമാനമാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അയാൾ പറയുന്നതെല്ലാം പാർട്ടി തീരുമാനമാവുമോ? എന്താ പാർട്ടി സെക്രട്ടറി പറയുന്നത്? പാർട്ടി അത് എല്ലാ പാർട്ടിക്കാരും പറയും. അങ്ങനെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ 100 സീറ്റ് മേടിച്ച് അധികാരത്തിൽ ഇനിയും വരുമെന്ന് അവർ പറയുന്നത്. അത് ആഗ്രഹങ്ങളാണ്. അതുപോലുള്ള ആഗ്രഹങ്ങൾ എല്ലാവരും പറയണം. രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പ്രവചിക്കുന്നത് വെറും അവരുടെ ആഗ്രഹങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ വോട്ട് കിട്ടി അധികാരത്തിൽ വരുമ്പോൾ മാത്രമേ പറയുള്ളൂ അത് ജയിച്ചതാണെന്ന്. അല്ല, അവർ നിർത്താൻ പോകുന്ന പാർട്ടിയുടെ അണികളെ കുറിച്ച് അവർ പറയുമല്ലോ, ഇന്ന ആൾക്കാരായിരിക്കും ഓരോ മണ്ഡലങ്ങളിൽ നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് പിണറായിക്ക് തന്നെ 3ാം സ്ഥാനം. ഏതായിരുന്നാലും ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ നിൽക്കുമെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടില്ല. അപ്പോൾ CPM ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറയുകയുണ്ടായി, 3ാം സർക്കാരും നമ്മൾ പിണറായി തന്നെ വന്നിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറയും, അത് അവരുടെ ആഗ്രഹം. അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. അത് ശരിയാണ്, മൗലികമായ അവകാശം. ജയിപ്പിക്കണോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് സത്യം ചേട്ടൻ പറഞ്ഞു. ഞാനൊരു പക്ക മാർക്സിസ്റ്റുകാരനാണ്. 45 കൊല്ലമായിട്ട് CPM പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. ഇപ്പൊ എന്തായാലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പാർട്ടിയുടെ നയങ്ങൾക്കെതിരല്ലേ? കാരണം ടേമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, 2 പ്രാവശ്യമല്ലേ ഒരാളിനെ മത്സരിക്കാനും അധികാരത്തിൽ ആ ഒരു പദവിയിലുള്ളത് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കേട്ട അങ്ങനെയല്ല. നിങ്ങളുടെ ചോദ്യത്തിനാണ് ആൻസർ പറയണത്. ഞാൻ ഇതൊക്കെ സ്ഥിരം സ്റ്റഡി ചെയ്യുന്ന ആളാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പാർട്ടി നേരത്തെ തന്നെ ഓരോരുത്തരെ നിർത്തിക്കൊള്ളാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് അവസാന നിമിഷം തീരുമാനിക്കും. അപ്പോൾ എന്തായാലും പിണറായി വരില്ലെന്നാണോ പിണറായി ഒന്നല്ല 9 പ്രാവശ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതിന് ജീവനും രക്തവും നൽകിയ ആളാണ്. കുറച്ചു മുമ്പ് ചേട്ടൻ പറഞ്ഞതുപോലെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അതൊരു യഥാർത്ഥ അവസ്ഥ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾക്കും പറയാം ഞങ്ങൾ വരും. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ വരുമെന്ന്, വന്നില്ലല്ലോ. ഇനിയും ഭരിക്കാലോ. ഈ പകൽക്കൊള്ളക്കാരെ കാട്ടുകള്ളന്മാരെ ഇനി അധികാരത്തിൽ വന്നാൽ കേരളം ഉണ്ടാകില്ല. അതാണ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വികസനം നടന്ന ഒരു 10 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ. 100 കണക്കിന് പ്രകടന പത്രികയെ പറഞ്ഞതിൽ മുഴുവൻ എന്തൊക്കെയാണ് ചേട്ടാ? അതും കൂടെ എന്തെങ്കിലും 5 പറയാം. തീരദേശപാത, അതേപോലെ തന്നെ വാട്ടർ മെട്രോ, വാട്ടർ മെട്രോ മെട്രോ അല്ല പറഞ്ഞ വാട്ടർ മെട്രോ. അതേപോലെ ഇനി ഞാൻ ഓർത്തെടുത്ത് പറയാൻ എനിക്ക് സമയം പിടിക്കും. 100 എണ്ണത്തിൽ 5 മലയോര
ഇത് ചേട്ടന്റെ ഈ ചിരിയിൽ ബാക്കിയെല്ലാം ഉണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഓക്കെ, പക്ഷെ ജനങ്ങൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ജനങ്ങൾ അങ്ങനെ പറയുന്നിട്ടൊന്നുമില്ല, നിങ്ങൾ പറയുന്നതാ. ഇവിടുത്തെ മാപ്രകൾ പറയണതല്ല ശരി, പച്ച കള്ളമാണ് അവർ. ഒരു 10-20 ചാനലുകാരും 10-20 മുത്തശ്ശി പത്രങ്ങളും പറയണതല്ല ശരി. രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കണതാ ശരി. പിണറായി വീണ്ടും വരണമെന്ന് തന്നെയാണ് ചേട്ടന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും 100%. പിണറായിയെ തന്നെ നിർത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ പിണറായിയെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നാണ് നമ്മുടെ എം വി ഗോവിന്ദനൊക്കെ പറയുന്നത്. അതിനോട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അടുത്ത ആരെങ്കിലും മാറ്റി ഒരു പുതുമുഖം വരുന്നതാണ് നല്ലത് അല്ലേ? കാരണം വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്ക് കൊടുക്കുകയും സ്ത്രീകളെയൊക്കെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപടികൾ ഒരുപാട് അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീക്ക്, ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് അവസരം കൊടുത്തൂടെ? അല്ലേ? എൻ്റെ അഭിപ്രായം അതാണ്, ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് സ്ഥാനം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും എന്നുള്ളതാണ്? ശൈലജ ടീച്ചറാണ്. അതെ, പക്ഷേ പാർട്ടിയുടെ ഒരു ടേം അനുസരിച്ച് 2 പ്രാവശ്യമാണ് ഒരാളിന് അല്ലേ, അതായത് പദവിയിലിരിക്കാനും വിജയിക്കും. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് പിണറായിക്ക് വേണ്ടി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു നയത്തിനോട് യോജിക്കുന്നുണ്ടോ? അതിൽ ഒരാളിന് വേണ്ടി മാറ്റുന്നത് ശരിയല്ല. അല്ല, കാരണം ടേം എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യമേ ഒരാളിന് മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിനെല്ലാം മാറ്റിമറിച്ചാണ് ഇനി 3ാം തവണയും പിണറായി മതി എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കണ്ടുകൊണ്ടായിരിക്കും അല്ലേ അത്? വീണ്ടും പിണറായി തന്നെ മുൻനിരയിൽ നിന്ന് നയിക്കണം എന്നുള്ളതാണ് എം വി ഗോവിന്ദനും പാർട്ടിക്കാരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടേം വ്യവസ്ഥ അവിടെ തെറ്റുകയല്ലേ ചെയ്യുന്നത്? ടേം വ്യവസ്ഥ തെറ്റാതിരിക്കാനായിട്ടേ തെറ്റുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചില കൺസെഷൻ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ തന്നെ പല MLA-മാർക്കും പല മന്ത്രിമാർക്കും ഒക്കെ കൺസെഷൻ കൊടുക്കുന്നതായിട്ട് CPM-ന്റെ ഔദ്യോഗികമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതേ രൂപത്തിൽ വീണ്ടും പിണറായിക്ക് പകരക്കാരൻ പിണറായി മാത്രം എന്നുള്ള രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് പിണറായി തന്നെ വീണ്ടും മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. അതോ ഇപ്പോഴത്തെ വിജയ സാധ്യത, അതായത് ഇപ്പോഴത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഇപ്പൊ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു പരാജയം ഏറ്റുവാങ്ങി. അപ്പൊ അതുകൊണ്ടാണോ ഇനി പിണറായിയെ തന്നെ നോക്കുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഒരു പരാജയം എന്ന് പറഞ്ഞാലേ, ഇവിടെ ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തുകൾ കേരളത്തിൽ 14 ജില്ലകളിലായിട്ട് 14 ജില്ലാ പഞ്ചായത്താണുള്ളത്. അതിൽ 7 ജില്ലാ പഞ്ചായത്ത് CPM-നും 7 ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിനുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിട്ടുള്ള മറ്റ് പഞ്ചായത്തുകളുടെ വിഷയമാണ്, അതായത് ലോക്കൽ ബോഡീസ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അതിൽ മികവുള്ള സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ ചിത്രം നോക്കാം, അവർക്ക് രാഷ്ട്രീയ ചരിത്രം ഒന്നും നോക്കാതെ അവർ വ്യക്തിപരമായിട്ട് ഏതേത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുക എന്ന് വെച്ചിട്ടാണ് അവരെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, കുറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ എന്ന നിലയിൽ അതുകൊണ്ടാണ് ചേട്ടനെ നമ്മൾ പിടിച്ചു നിർത്തി ചോദിച്ചത്. അതെ, അതാണ് അതിന്റെ കാര്യം. അതില് ഈ ജില്ലാ പഞ്ചായത്തുകളിൽ കിട്ടുന്ന ആ വോട്ടാണ്. അതിന് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരാം. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കിട്ടി എന്നുള്ളതോർത്ത് ആരും അഹങ്കരിക്കേണ്ടതില്ല. അതിന് മറ്റൊരു വശമുണ്ട്. മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് ജില്ലാ പഞ്ചായത്തല്ല, ജില്ലാ കൗൺസിലാണ്. ജില്ലാ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൂത്തുവാരി. പക്ഷേ അതുകൊണ്ട് ഈ അദ്ദേഹം പാർട്ടി തീരുമാനിച്ചു ഉടനെ തന്നെ നമുക്ക് ഇനി 6 മാസം ബാക്കിയുണ്ട്. 6 മാസം ബാക്കിയുണ്ടെങ്കിലും നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ നിയമസഭ പിരിച്ചുവിട്ട് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ നടത്താമെന്ന് തീരുമാനിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയതിന്റെ ഫലം നേരെ തിരിച്ചായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ആണ് കിട്ടിയത്, CPM-ന് കിട്ടിയില്ല. അതിന്റെ ഒരു ചിത്രമാണ്. ഇതൊരു മാനദണ്ഡമായിട്ട് ഒരു ടൈമിലുള്ള കാര്യങ്ങളല്ലല്ലോ. ഇപ്പൊ ഒരു ശബരിമലക്കുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ്, വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ആ സംഭവത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മിണ്ടാൻ സാധിക്കുന്നില്ല. എന്താ കാര്യം അറിയാമോ? 2 പേരും പ്രതികളാണ്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകള് ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുചേർന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ആ സ്വർണം വിറ്റ കൊള്ളക്കാരൻ, ആ സ്വർണം വാങ്ങിയ ആളുണ്ടല്ലോ ബെല്ലാരിയിലെ, ഇവരൊക്കെ കൂടി അടൂർ പ്രകാശും അതുപോലെ തന്നെ പത്തനംതിട്ട MLA എല്ലാം കൂടി MP കൂടി ഒന്നിച്ചു നിൽക്കുന്ന പടമൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റേതിലൊക്കെ കണ്ടതാ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർക്ക് ഊറ്റം കൊള്ളാനില്ല.
ഇല്ല, അവർ രണ്ടുപേരും തുല്യ പങ്കാളികളാണ് ഈ കച്ചവടത്തില്. ഇതിനെക്കുറിച്ച് CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതാണ് BJP പറയുന്നത്. BJP പറയുന്നത് ഇവിടെ CBI അന്വേഷണം വേണ്ടത്. എന്താ കാര്യം? CBI അന്വേഷിച്ചാൽ ഈ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യും, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യും, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും, ആന്റണി MB ചോദ്യം ചെയ്യും. ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നിജസ്ഥിതി വരും. ഇതിൽ CPM തന്നെയല്ല ഇതിൽ പങ്കാളികൾ ഉള്ളതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അത് BJPക്കായിരിക്കും അതിനകത്ത് നേട്ടം കിട്ടുക, ഈ രണ്ടു കൂട്ടർക്കും അല്ല. അതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ അടുത്ത ഇനി തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും പിണറായി തന്നെ വരുമെന്നുള്ള പിണറായി ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ കോൺഗ്രസ്സുകാർ ആരും ഊറ്റം കൊള്ളേണ്ടതില്ല. പിണറായി തന്നെ 99 സീറ്റോ 100 സീറ്റോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഭരിക്കാനുള്ള സീറ്റ് പിണറായിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ മൂന്നാം തവണയും നമ്മുടെ പിണറായി വീണ്ടും വരും, അതിന് യാതൊരു തർക്കമില്ല. വലിയ ഭൂരിപക്ഷം ഉണ്ടായെന്ന് വരില്ല, ഒരു 80 സീറ്റിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇവരിപ്പോൾ 100 സീറ്റ് കിട്ടുമെന്നാണല്ലോ അപ്പോൾ VD സതീശൻ പറയണത്. അത് 100 സീറ്റാണോ 6 സീറ്റാണോ എന്നുള്ള കാര്യത്തിൽ കണ്ടറിയേണ്ടതായിട്ടിരിക്കണം.